കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ശുചീകരണ പ്രവർത്തനവുമായി ഡിവൈഎഫ്ഐ. ഒരു ദിവസം ഒരേ സമയം 7ഓളം കേന്ദ്രങ്ങളാണ് ഡിവൈഎഫ്ഐ ശുചീകരിച്ചത്. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജേക്സി തോമസ് ഉൾപ്പെടെയുള്ളവർ പങ്കാളികളായി. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പലയിടങ്ങളിലും മലിനമാണ്. അത് ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് കോട്ടയം ജില്ലയിൽ ഉടനീളം ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിക്കുകയാണ്. ജേക്സി തോമസ് ഉൾപ്പെടെ ജില്ലാ സെക്രട്ടറി ശരത്ത്, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ ഒരു പരിപാടി? പരിപാടി ഇപ്പോൾ ആദ്യം ആമുഖമായി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജില്ല പ്രളയത്തിന്റെ ആദ്യ ദുരന്തത്തെ ഏറ്റുവാങ്ങിയ ജില്ലയിലൊന്നാണ്. കാരണം നമുക്ക് ഏവർക്കറിയുന്നുള്ള ഉരുളുപൊട്ടിയതും കനത്ത മഴ പെയ്തതുമൊക്കെ ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, ഏന്തയാർ, കൂട്ടിക്കൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരുന്നു. പയ്യാനത്തോട്ടിലാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ 2 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതുമുതൽ ഡിവൈഎഫ്ഐ സജീവമായിട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പ്രളയബാധിതരെ സഹായിക്കാനൊക്കെ സ്വാഭാവികമായി തന്നെ ഡിവൈഎഫ്ഐ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ മരണം സംഭവിച്ച പിറ്റേ ദിവസം തന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി VK സരോജ് ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും പയ്യാനത്തോട്ടിൽ പോവുകയും നമ്മളാൽ ആവും വിധമുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായി കോട്ടയം ജില്ലയുടെ മലയോര പ്രദേശത്തിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിന്നീട് ബാധിക്കുക പടിഞ്ഞാറൻ പ്രദേശമാണ്. അതായത് കുട്ടനാടോട് ചേർന്ന് കിടക്കുന്ന കുമരകം, തിരുവാർപ്പ്, അയ്മനം, ആർപ്പൂക്കര ഇങ്ങനെയുള്ള പഞ്ചായത്തുകളെയാണ്. അപ്പോൾ ബാക്കി പൊതുവിൽ കേരളത്തിൽ നിന്ന് മഴക്കെടുതിയൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പോൾ ഏറ്റവും ഒടുവിൽ ദുരന്തബാധിതരായി കുറച്ചധിക ദിവസക്കാലം തുടരേണ്ടി വരുന്നത് ഈ പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐ ആദ്യഘട്ടത്തിലെ പ്രവർത്തനത്തിന് ശേഷം സ്വാഭാവികമായി എവിടെയാണ് നമ്മളൊരു പ്രവർത്തനം ഏകോപിപ്പിക്കേണ്ടതെന്നതിനെ സംബന്ധിച്ച് കോട്ടയം ജില്ലാ കമ്മിറ്റി നല്ല ആലോചന നടത്തി എല്ലാ നേതൃത്വത്തിന്റെ കൂടെ ആകെ സഹായത്തോടുകൂടെ ജില്ലയിലെ നമ്മുടെ യൂത്ത് ബ്രിഗേഡിന്റെ ഭാഗമായിട്ട് 200ഓളം വരുന്ന പ്രവർത്തകർ അവരെയാണ് ഒരൊറ്റ ദിവസം കേന്ദ്രീകരിപ്പിച്ചിട്ട് ഈ പറയുന്നത് പോലെ പൊതുകേന്ദ്രങ്ങൾ, അതായത് ഇപ്പോൾ ഇത് കാഞ്ഞിര SNDP സ്കൂളാണ്. ഈ പ്രദേശത്തെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ ഇതാണ്. കാഞ്ഞിര SNDP സ്കൂള്, തിരുവാർപ്പ് സെന്റ് മേരീസ് സ്കൂള്, പഞ്ചായത്ത് കെട്ടിടം, അംഗനവാടികൾ ഇങ്ങനെയുള്ള പൊതുകേന്ദ്രങ്ങളാകെ രാവിലെ ഒരു 9:30യോട് കൂടെ കേന്ദ്രീകരിച്ച് ഇല്ലിക്കൽ കവലയിൽ ഒത്തുചേർന്നു. 7 ടീമുകളായി വിവിധ നേതൃപദവി അലങ്കരിക്കുന്ന സഖാക്കളുടെ ചുമതലയിൽ 7 ടീമുകളായി വികേന്ദ്രീകരിച്ച് രാവിലെ മുതൽ ക്ലീനിംഗ് പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറെക്കുറെ അത് സമാപിക്കാറായി. അപ്പോൾ ഒരേ സമയത്താണോ ഈ പ്രവർത്തനം നടക്കുന്നത് എല്ലായിടത്തും? ഒരേ സമയത്തെന്ന് പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്രീകരിച്ചൊരു പ്രവർത്തനമാണ് ഇവിടെ തിരുവാർപ്പിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. തിരുവാർപ്പിൽ 9 ക്യാമ്പുണ്ടായിരുന്നു. 1000-നടുത്ത് ആളുകൾ ക്യാമ്പുകൾക്കകത്തായിരുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ, ജയിക്ക് സൂചിപ്പിച്ച പോലെ തന്നെ അംഗനവാടികൾ, അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികൾ, സ്കൂള്, പഞ്ചായത്ത് ഓഫീസിന്റെ പരിസരം ഉൾപ്പെടെ വീടുകൾ ഉൾപ്പെടെ ശുചീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈക്കം നമ്മുടെ വടയാർ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് വലിയ ശുചീകരണം നടത്തിയിരുന്നു. എല്ലാ പ്രദേശങ്ങൾക്കകത്തും ജില്ലയിലെ എല്ലാ താലൂക്കിലും പ്രളയം ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളപ്പൊക്കം, വെള്ളമിറങ്ങുന്ന പ്രദേശത്തു നിന്നെല്ലാം ആ ഇറങ്ങുന്ന മുറയ്ക്ക് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ പ്രാദേശികമായി ശുചീകരണ പ്രവർത്തനം യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുകയാണ്. ആദ്യം ഇവിടെ വരുമ്പോൾ ഇവിടെ മുഴുവൻ മലിനമായിരുന്നു. എന്തായിരുന്നു അവസ്ഥ? അതെ, നമ്മുടെ സ്കൂളാണ്, ധാരാളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ഞങ്ങൾ ഇങ്ങോട്ട് കടക്കുന്ന സാഹചര്യത്തിൽ മുഴുവൻ ക്ലാസ് റൂമുകളിലും വെള്ളം കയറി ചെളി മൂടിയ ഒരു അവസ്ഥ തന്നെയായിരുന്നു. ബെഞ്ച്, ഡെസ്ക്, കുട്ടികളുടെ ഉപകരണങ്ങളടക്കം ചെളിയിൽ അകപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. നമ്മുടെ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ഇപ്പൊ ഏകദേശം എല്ലാ ക്ലാസ് റൂമുകളും ആ ചെളിയൊക്കെ നീക്കി നന്നായിട്ട് ലോഷനൊക്കെ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി ക്ലാസ് റൂമുകളെല്ലാം പഠനത്തിൻ്റെതായ ഒരു രീതിയിലേക്ക് തുറന്നു കൊടുക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ഈ വെള്ളം ഇറങ്ങുന്ന മുറയ്ക്ക് തന്നെ ബാക്കി പ്രവർത്തനങ്ങളിലേക്കും പോകാവുന്നതാണ്. ആവശ്യമായ ഉപകരണങ്ങളൊക്കെ ഡിവൈഎഫ്ഐ തന്നെയാണ് കൊണ്ടുവന്നത്. ഏറെക്കുറെ മഹാഭൂരിപക്ഷം നമ്മൾ കരുതിയിരുന്നു. കാരണം ഈ പദ്ധതി ഞങ്ങളിങ്ങനെ ഒരു പ്രവർത്തനം ആലോചിച്ചപ്പോൾ തന്നെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ച ഒരു പോസ്റ്ററിലെ ക്യാമ്പയിൻ സ്ലോഗൻ എന്ന് പറയുന്നത് നാട് തോൽക്കാതിരിക്കാൻ ഡിവൈഎഫ്ഐ കൂടെയുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ നാട് തോൽക്കാതിരിക്കാൻ വേണ്ടി ഏതു കാലയളവിലും ഡിവൈഎഫ്ഐ ചെയ്യാറുള്ളതുപോലെ വർദ്ധിത വീര്യത്തോടുകൂടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി തയ്യാറെടുപ്പോടുകൂടെ മോപ്പ്, മറ്റത്യാവശ്യ സാമഗ്രികൾ, വാട്ടർ ഹീറ്റർ, ഇതിങ്ങനത്തെ എല്ലാ സാമഗ്രികളും പരമാവധി നമ്മൾ സമാഹരിച്ചു കൊണ്ടുവന്നു. പിന്നെ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നമ്മളുമായി നന്നായി സഹകരിച്ചു. അവരാൽ കഴിയുന്ന അത്യാവശ്യ സാധന സാമഗ്രികൾ അവർ നമുക്ക് ലഭ്യമാക്കുകയും ചെയ്തു. ഒരേ സമയം 200-ൽ പരം പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വ്യത്യസ്ത ഇടങ്ങളിൽ ഇത്തരത്തിൽ ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിക്കുന്നത് എന്നാണ് ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.